നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 33-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നവർ, മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകൾ കൂടി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. 1965 മലയാള സിനിമാ ചരിത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 1965 വളരെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമാ ചരിത്രത്തിൽ സംഭവിച്ചു. അത് ചെമ്മീൻ എന്ന സിനിമയാണ്. ആദ്യമായി മലയാളത്തിൽ ദക്ഷിണേന്ത്യയിൽ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രമായിരുന്നു ചെമ്മീൻ. തകഴിയുടെ നോവൽ അതേ പേരിൽ തന്നെ ചലച്ചിത്രമാക്കിയപ്പോൾ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടായിരുന്നു. ഒട്ടേറെ പ്രത്യേകതകൾ ഈ സിനിമയെ സംബന്ധിച്ചുണ്ട്. ആദ്യമായി വടക്കേ ഇന്ത്യയിൽ നിന്നൊരു സംഗീത സംവിധായകൻ ദക്ഷിണേന്ത്യയിൽ സംഗീതം ചെയ്യാൻ വരുന്നതും ഈ ചിത്രത്തിലാണ്, സലീൽ ചൗധരി. അതേപോലെ മാർക്കസ് ബാട്ടർലിയാണ് ഇതിൻ്റെ ചിത്രീകരണം നടത്തിയത്. ഋഷികേശ് മുഖർജി എന്ന വളരെ പ്രശസ്തനായ എഡിറ്ററായിരുന്നു ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തത്. ജീവിതവുമായി ഒട്ടുനിൽക്കുന്ന മനോഹരമായ ഈ നോവലിന് തിരക്കഥയും സംഭാഷണവും എഴുതിയത് എസ്.എൽ. പുരവുമായിരുന്നു. കൺമണി ഫിലിംസാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. കൺമണി ബാബു എന്നാണ് അറിഞ്ഞിരുന്നത്. പിന്നീട് ചെമ്മീൻ ബാബു എന്ന പേരിലും അദ്ദേഹം അറിയാൻ തുടങ്ങി. ബാബു സേട്ടായിരുന്നു ഇതിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹം ഒന്ന് വളരെ ചെറുപ്പക്കാരനുമായിരുന്നു. ശരിക്കും ഇത് 1962 ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ്റെ സഹായത്തോടുകൂടി ചെയ്യാൻ തീരുമാനിച്ച ഒരു സിനിമയാണ്. അതിലൊരു 4 ഭാഗം മുടക്കാൻ തയ്യാറുള്ള പ്രൊഡ്യൂസർ അന്വേഷിച്ചാണ് രാമു കാര്യാട്ട് നടന്നത്. പല സുഹൃത്തുക്കളെയും കണ്ടു. ആ സുഹൃത്തുക്കൾ വഴിയാണ് ഇവിടെ ബാബു സേട്ടിനെ കാണാനും ബാബു സേട്ട് നിർമ്മാണം ഏറ്റെടുക്കാനും തയ്യാറായത്. വളരെയേറെ പ്രശസ്തമായ ആ സിനിമ 8 ലക്ഷം രൂപയ്ക്കാണ് ആ സിനിമ നിർമ്മിച്ചതെങ്കിലും ലാഭം കൊയ്തത് അക്കാലത്തെ 40 ലക്ഷം രൂപയായിരുന്നു. ആ തുക കൊണ്ട് തന്നെ എറണാകുളത്തെ കവിതാ തിയേറ്റർ എന്നൊരു തിയേറ്റർ ബാബു സേട്ട് ഉണ്ടാക്കി. ബാബു സേട്ടിനെ അറിയാനും തുടങ്ങി ചെമ്മീൻ ബാബു എന്ന പേരിൽ. അതിൽ മധുവിന് അന്ന് പ്രതിഫലമായി കൊടുത്തത് 2000 രൂപയാണ്. സത്യനാവട്ടെ 12,000 രൂപ. ഇതൊക്കെയായിരുന്നു അന്നത്തെ സാമ്പത്തിക രീതി, സാമ്പത്തികമായ പശ്ചാത്തലം അതായിരുന്നു. ഈ സിനിമയ്ക്കൊരു മറ്റൊരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഛായാഗ്രാഹകനായ നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പ്രശസ്തനായ ബാട്ടർലിക്ക് വേറൊരു സിനിമ കിട്ടിയുണ്ടായി. അത് വാഹിനി സ്റ്റുഡിയോ എന്ന് വിളിച്ചിട്ടാണ്. ദിലീപ് കുമാർ, അന്നത്തെ സൂപ്പർ സ്റ്റാർ ദിലീപ് കുമാർ നായകനായിട്ടുള്ള ചിത്രം. അദ്ദേഹത്തിന് ഔട്ട്ഡോർ ഷൂട്ടിംഗ് കഴിഞ്ഞ് അതിൽ പോകേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ യു രാജഗോപാലാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടത്തിയത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറി. അതേപോലെ സലീൽ ചൗധരി ആയിരിക്കണം ആദ്യമായി സംഗീതം ചെയ്ത ശേഷം പാട്ടെഴുതിക്കുന്ന രീതി കൊണ്ടുവന്നത് എന്ന് കരുതാം. കാരണം ഇതിലെ പാട്ടുകൾ മിക്കവാറും തന്നെ സംഗീതം ചെയ്ത ശേഷമാണ് പാട്ടെഴുതിയത്. മന്നാടെയാണ് മാനസമൈനെ എന്ന ഗാനം പാടിയത്. അത് സലീൽ ചൗധരിയുടെ നിർബന്ധമായിരുന്നു, മന്നാടയെ കൊണ്ട് ആ ഗാനം പാടിക്കണം എന്നുള്ളത്. ഇതിനിടയിൽ എഡിറ്റർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രശസ്തനായ ഋഷികേശ് മുഖർജി തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയ ചിത്രവും ഇത് തന്നെയാണ്. ഇതിൽ എസ്.എൽ. പുരം ശരിക്ക് ചെമ്മീനിലെ അതേ രീതിയിൽ തന്നെയാണ് തിരക്കഥ എഴുതിപ്പോയത്. അതായത് ചെമ്പൻകുഞ്ഞും ഒക്കെ പ്രധാന വേഷത്തിൽ വരുന്നത് എഡിറ്റിങ്ങിന് ശേഷമാണ്. ആദ്യം എഴുതിയത് കറുത്തമ്മയും പരീക്കുട്ടിയും തമ്മിലുള്ള കുട്ടിക്കാലം വരെയും എഴുതിപ്പോരും. അതൊക്കെ എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോഴേക്കും മാറ്റിവെച്ചു ഋഷികേശ് മുഖർജി. ചില സാധനങ്ങൾ ഷൂട്ട് ചെയ്യിപ്പിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ട് ചെമ്പൻകുഞ്ഞിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയെടുത്തത്. ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ കറുത്തമ്മയും പളനിയും തമ്മിലുള്ള വിവാഹം ചിത്രീകരിക്കുകയല്ല ചെയ്തു. അതിന് പകരം
വിവാഹശേഷമുള്ള സദ്യ കഴിഞ്ഞിട്ട് ആ സദ്യയുടെ എച്ചിലലകൾ കാക്ക കുത്തിപ്പറിക്കുന്ന കാക്ക കുത്തിപ്പറിക്കുന്ന സീനാണ് ഷൂട്ട് ചെയ്തുകൊണ്ട് കല്യാണത്തെ ദ്യോതിപ്പിച്ചത്. ഇങ്ങനെ ഒട്ടേറെ വസ്തുതാപരമായ രസകരമായ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഈ ചെമ്മീൻ എന്ന സിനിമയിൽ നമ്മൾ കണ്ടു എന്ന് മനസ്സിലാക്കാം. ചെമ്മീൻ മാത്രമല്ല, 1965 വേറെയും ഭേദപ്പെട്ട സിനിമകളുണ്ടായി. ജയമാരുതിയുടെ ബാനറിൽ കാവ്യമേള വന്നു. കാവ്യമേളയിലെ പാട്ടുകൾ ഇന്നും പ്രശസ്തമാണ്. ടി വാസുദേവൻ നിർമ്മാണം നടത്തിയ എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാവ്യമേള. കെ.എസ്. സേതുമാധവൻ്റെ ദാഹം, ഓടയിൽ നിന്ന് വിൻസെൻറ്റിൻ്റെ മുറപ്പെണ്ണ് തുടങ്ങിയ ചിത്രങ്ങൾ 1965 ജന്മമെടുത്തത്. കാവ്യമേളയിലെ ഗാനങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ഈ ഗാനങ്ങളൊക്കെ പുത്തൻ അനുഭൂതി പകർന്നുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. ഇനിയും നമുക്ക് ചരിത്രത്തിലൂടെ നടക്കാം. അതിനു മുന്നേ തന്നെ നമുക്ക് മലയാള സാഹിത്യത്തിലെ അലങ്കാരങ്ങളും അല്ലെങ്കിൽ അലങ്കാരങ്ങൾക്ക് ഉദാഹരണമായിട്ട് തന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില അലങ്കാരങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇത്തവണ നമുക്ക് ദീപകം എന്നൊരു അലങ്കാരത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഗാനരംഗത്തെ ചില കാര്യങ്ങൾ ഓർമ്മിക്കാം. ദീപകം എന്ന് പറഞ്ഞൊരു അലങ്കാരത്തിൻ്റെ ലക്ഷണം അനേകമേകധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. അനേക ഏകധർമ്മം, അനേകമുള്ളത് ഏകധർമ്മത്തിൽ, ഏകധർമ്മം അനേകം, അനേകമേകധർമ്മത്തിൽ അന്വയിപ്പിക്കുകയാണ്, ഒരേ കാര്യത്തിൽ തന്നെ എത്തിക്കുകയാണ്. അതാണ് ദീപകം. മതം കൊണ്ട് ആന ശോഭിക്കും, മതം കൊണ്ട ആനയാണ് ശോഭിക്കുന്നത്. ഔദാര്യം കൊണ്ട് ഭൂപതി ശോഭിക്കുന്നത് ഔദാര്യം കൊണ്ടാണ്, ദാനശീലം കൊണ്ടാണ് ഭൂപതി ശോഭിക്കുന്നത്. അനേകമേക ധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. അനേകം വസ്തുക്കൾക്ക് ഒരേ ധർമ്മത്തിൽ അന്വയം കൽപ്പിക്കുന്നതാണ് ദീപകം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദീപകത്തിൻ്റെ ഉദാഹരണമായി പറയാവുന്ന ഒട്ടേറെ സിനിമാ ഗാനങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമാ ഗാനങ്ങളും ഈ വ്യാകരണങ്ങളും കവിതകളും ഒക്കെയായി പോകുന്നത് ഇത് തമ്മിലുള്ള ബന്ധം ദ്യോതിപ്പിക്കാനാണ്. പലപ്പോഴും കവിതകളിൽ നിന്ന്, ചില മിത്തുകളിൽ നിന്ന്, പുരാണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് മലയാള ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കരുണ എന്ന ആശാൻ്റെ കാവ്യം സിനിമയായി മാറി. പലപ്പോഴും നോവൽ മാറുന്നത് അറിയാം, കഥ, നാടകം ഒക്കെ സിനിമയാക്കുന്നത് അറിയാം. കരുണ എന്ന ആശാൻ്റെ കാവ്യം സിനിമയാക്കി. കാവ്യത്തിൽ വാസവദത്ത ഇങ്ങനെ വിഷാദഭഗ്നയായി ആകെ സങ്കടത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ആശാൻ ചൊല്ലുന്നത് ഇതാണ്, അല്ലെങ്കിൽ പറയുന്നത് ഇതാണ്: വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം. ആകെ വ്യർത്ഥമായി തോന്നി, കഷ്ടം വ്യർത്ഥമായി തോന്നുന്നു. ആർക്ക്? വാസവദത്തയ്ക്ക്. അവൻ കാണാതെ എനിക്കുള്ള നൃത്തഗീതികളിലെ നൈപുണ്യം പോലും, എനിക്ക് നൃത്തവും അതേപോലെ തന്നെ പാടാനും ഒക്കെ അറിയാം, അതിൻ്റെ ആ നൈപുണ്യം അവന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം വ്യർത്ഥമായി പോകുന്നു എന്ന് ആശങ്കപ്പെടുന്നു, ആകുലപ്പെടുന്നു വാസവദത്ത. ഇത് സിനിമയായി മാറിയപ്പോൾ ഇതേ ഭാഗത്ത് ഈ കവിത എടുത്തിട്ട് ഗാനാവിഷ്കാരം നടത്തിയല്ല, അല്ലെങ്കിൽ ഗാനമൊക്കെ മാറ്റിയോ സംഗീതം കൊടുക്കുകയോ ഒന്നും അല്ല ചെയ്തത്. പകരം OV മനോഹരമായിട്ടത് ചെയ്തു. ആ ഗാനമാണ് എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ലയെങ്കിൽ. എത്ര മനോഹരമായിട്ട് ആ കവിതയോടൊപ്പമോ അല്ലെങ്കിൽ അതിന് മുന്നെയോ അതിന് മുകളിലോ നിൽക്കുന്ന രീതിയിലാണ് ആ ഗാനം ONV എഴുതിയത്. എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനരികിൽ വരില്ലയെങ്കിൽ. എൻ പ്രിയനരികിൽ വരില്ലെങ്കിൽ എന്തിനാണ് ഈ ചിലങ്ക, എന്തിനാണ് ഡാൻസ് ചെയ്യാൻ, എന്തിനാണ് ഞാൻ നൃത്തം ചെയ്യേണ്ടത്, എന്തിനീ കൈവളകൾ. അപ്പുറത്തോ വാസവദത്ത പറഞ്ഞത് എന്താ? വ്യർത്ഥമായി തോന്നുന്നു കഷ്ടം, എൻ്റെ ജീവിതം വ്യർത്ഥമായിട്ട് പാഴായിപ്പോയി എന്ന് തോന്നുന്നു കഷ്ടം. അവൻ കാണാതെനിക്കുള്ള നൃത്തഗീതികളിലെ നൈപുണ്യം പോലും, അവൻ എൻ്റെ നൃത്തഗീതികൾ കാണില്ലെങ്കിൽ ഈ ജീവിതം പോലും വ്യർത്ഥമായിത്തീരുന്നു. എന്തിനു ഞാനിത്? അത് നേരെ ONV ഇങ്ങനെയാണ് എഴുതിയത്: എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയൻ അരികിൽ വരില്ല എങ്കിൽ. നോക്കൂ, ആ കവിതയിൽ നിന്ന് എങ്ങനെയാണ് ഊർജം എടുത്തത്, എങ്ങനെയാണ് മാറിയത് ഒരു പാട്ട് എഴുതിയപ്പോൾ എന്ന് നമുക്കറിയാം. കുമാരസംഭവത്തിൽ വയലാറും ONVയും പാട്ട് എഴുതിയിട്ടുണ്ട്. ഓങ്കാരം ഓങ്കാരം എന്ന് തുടങ്ങിയ മനോഹരമായ ഗാനം വയലാർ ചെയ്തു.
ആ സമയത്തോ ONV-യുടെ മറ്റൊരു ഗാനമുണ്ട്. പൊൽത്തിങ്കൾക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ, പൊൽത്തിങ്കൾക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ, ഹിമാലയത്തിൻ്റെ ശൃംഗത്തിൽ പൊൽത്തിങ്കൾക്കല പൊട്ടുതൊട്ട ശിവൻ്റെ തലയിലും ആ തിങ്കൾ നമ്മൾ കാണാറുണ്ട്. പൊൽത്തിങ്കൾക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്ര ശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന രംഗങ്ങളിൽ, വെൺകൊറ്റ പൂങ്കുട പോൽ വിടർന്ന വിമല ആകാശ അന്തരംഗങ്ങളിൽ. എത്രയോ മനോഹരമാണ്. ONV ഗ്രൂപ്പ് അക്കാലത്ത്, പിന്നീട് പോയിട്ടുണ്ടോ എന്നറിയില്ല, അക്കാലത്ത് ഹിമാലയം കണ്ടിട്ടില്ല, ഹിമാലയത്തിൽ പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സ്രോതസ് കാളിദാസനിൽ നിന്നാണ്. കാളിദാസൻ്റെ കുമാരസംഭവത്തിലെ 1-ാം സർഗത്തിലെ ശ്ലോകങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഊർജം അദ്ദേഹം സ്വീകരിച്ചത്. നോക്കൂ, കവിതകളിൽ നിന്ന്, അതേപോലുള്ള കാര്യങ്ങളിൽ നിന്ന്, സാഹിത്യങ്ങളിൽ നിന്ന്, മിത്തുകളിൽ നിന്ന്, പുരാണങ്ങളിൽ നിന്ന് ഒക്കെ എങ്ങനെയൊക്കെയാണ് പാട്ടെഴുത്തിന് സ്വീകരിക്കാവുന്നത് എന്ന് നമുക്കറിയാം. BR പ്രസാദ് ഇതിൻ്റെ അകത്ത് മറ്റൊരു പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമുണ്ട്, ഒരു കാതിലോല ഞാൻ കണ്ടിയില്ല എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഗാനം. ഇതിലെ കാതിലോലയും നല്ല താളിയൊക്കെ ഉണ്ണായി വാര്യരുടെ കൃതികളിൽ നിന്നാണ്, ഉണ്ണായി വാര്യരിൽ നിന്നാണ് വരുന്നത്. ആ സ്രോതസ് അവിടെ നിന്നാണ്. കളവാണിയും കിളിയെ ഓർത്തിയില്ല. ഈ കളവാണിയും കിളിയെ, ഏതാ കിളി? എഴുത്തച്ഛൻ്റേതാണ് ആ കിളി. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നിന്നാണ് ആ കിളിപ്പാട്ട് കിളി വരുന്നത്. കളവാണിയും കിളിയെ ഓർത്തിയില്ല. നോക്കൂ, സാഹിത്യത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പുരാണത്തിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് സ്വാംശീകരിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. മലയാളത്തിൽ ഇത്തരം ഗാനങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇക്കാലത്ത് അത്തരം ഗാനങ്ങൾക്കെല്ലാം പ്രസക്തി എന്നാണ് പുതുതലമുറയിലെ പാട്ടെഴുത്തുകാർ പറയുന്നത്. തർക്കമുണ്ടാവാം, അതിന് ന്യായീകരണങ്ങളുണ്ടാവാം, അതിൻ്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാം. തുടർന്നുള്ള എപ്പിസോഡിൽ അതിലേക്ക്, ആ കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം. ചരിത്രം പറയുന്നതിനോടൊപ്പം പാട്ടുവഴികളിലൂടെ നടക്കുന്നതിനോടൊപ്പം. നന്ദി, നമസ്കാരം.